തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അപ്പോ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കൈ നോക്കാൻ വരുന്ന കുറെ അമ്മമാര്. അപ്പൊ സത്യത്തിൽ ഈ കൈനോട്ടൊക്കെ ഉള്ളതാണോ? വാ നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ അമ്മ പേര്? ശാന്ത. എവിടെ വീടൊക്കെ? കെൽട്രോൺ അത്താണി. പിന്നെ ഞാൻ വേറെ ഒറ്റയ്ക്കാ താമസിക്കണ. എത്ര നാളായി കൈനോട്ടം തുടങ്ങിയിട്ട്? കൈനോട്ടം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാ, 10-50 കൊല്ലം കൂട്ടാ. പക്ഷെ അന്ന് ഇവിടെ ഒന്നും വന്നിരിക്കുന്നതായ പ്രകൃതി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നടക്കാൻ ആവതില്ലാണ്ടായപ്പോ ഇവിടെ വന്നിരിക്കണു. പരിചയക്കാര് വല്ല വല്ല കാശ് തരും. പിന്നെ പൂരായാല് അതും കിട്ടും. എത്ര വർഷമായി ഇപ്പൊ കൈനോട്ടം തുടങ്ങിയിട്ട്? 19 കൊല്ലായി. 19 കൊല്ലായി. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. പിന്നെ വേറെ വിശേഷമായിട്ടൊന്നുമില്ല. പിന്നെ നടക്കാനൊന്നും പോക്കും ഒന്നുമില്ല. ഇവിടെ തന്നെ ഇരിക്കും. പരിചയക്കാര് വരും, അവർ വല്ല വസ്ത്രങ്ങൾ കൊണ്ടുതരും. പിന്നെ ഉച്ചയ്ക്ക് ആഹാരം അത് കൊണ്ടുതരും. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര മണി വരെ ഇരിക്കും? 3 മണി വരെ ഇരിക്കും. 3 മണി ഞാൻ പോകും. എങ്ങനെ ഇതൊക്കെ പഠിച്ചത്? ശരിക്കും ഇത് സത്യം തന്നെയാണോ? ഉള്ളത് തന്നെയാണോ? സത്യാന്ന് പറഞ്ഞു നമ്മള് അങ്ങനെ തൊഴിലെടുക്കണു, അതിൽ ഒട്ടോക്കാതെ ഇരിക്കുക. അങ്ങനെ മിക്ക ആൾക്കാരും അതിന് കംപ്ലൈന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. അത് ഒത്തില്ല, അത് ശരിയായില്ല എന്നും പറഞ്ഞ ഒരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടില്ല. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എനിക്ക് നല്ല സമ്മാനങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. വിളക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൊങ്ങണത്തുനിന്ന് ഒരു പട്ട് എനിക്ക് വിളക്ക് കൊണ്ട് തന്നു. പിന്നെ ഒരു ഫോട്ടോ കൊണ്ട് തന്നു അയ്യപ്പ സ്വാമീൻ്റെ. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പൂരങ്ങളായാൽ പോകും. അത് ഒരു ബസ് ഉള്ളിടത്ത് മാത്രമേ ഞാൻ പോവുള്ളൂ. ഒരു ബസ് കയറിയാൽ വീടെത്തണം. 2-3 ബസ് കയറി പോകാൻ പറ്റില്ല. അങ്ങനെ പോയൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഒരു ദിവസമൊക്കെ എത്ര പേരൊക്കെ നോക്കാൻ വരും? അങ്ങനെയൊന്നുമില്ല. ചുരുങ്ങിയത് ഒരു 300 രൂപ 500 രൂപ കിട്ടും. എത്ര റേറ്റ്? ഇപ്പൊ പല റേറ്റ് ആണോ? പല റേറ്റ് പറഞ്ഞാൽ കൈ നോക്കിയാ എല്ലാ കാര്യം പറഞ്ഞാൽ 10-300 രൂപ ഞാൻ മേടിക്കും. പിന്നെ നിസ്താരം 100 രൂപ ഉള്ളൂ പറഞ്ഞാൽ അതിന് പറഞ്ഞു കൊടുക്കും. അത് 10 ആള് വന്നാൽ അപ്പോഴും ആയില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് കിട്ടും. ചിലപ്പോ 50-50 പറഞ്ഞു കൊടുക്കും. പിന്നെ ചില വെറുതെ തരും. ഇതിന്റെ പിന്നിലെ ശാസ്ത്രമൊക്കെ എന്താ? ഇത് എന്നോട്ടൊക്കെ ശരിക്കും കൈ നോക്കാൻ തുടങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ 19 കൊല്ലായി. അല്ല, പണ്ട് മുതലേ ഉണ്ടോ? ആചാരങ്ങളായിരുന്നു. ഒരു ദേശത്ത് ഒരു കുറവിനും കുറച്ചും വേണമെന്നുള്ള ആചാരമുണ്ട്. വടക്കോട്ട് പാമ്പും കുരങ്ങ കൊണ്ട് നടക്കുക. വടക്ക് കാസർഗോഡ് മംഗലാപുരം. എൻ്റെ മരുവള വീട് അവിടെയാ, കാസർഗോഡാണ്. അവിടെ പോയാൽ നമ്മളെ കൊണ്ടൊന്നും കൈ നോക്കാൻ വെക്കില്ല അവര്. ആ നാട്ടുകാരെ കൊണ്ട് അവർ കൈ നോക്കാൻ വെക്കുള്ളൂ. അങ്ങനെയുള്ള ആചാരങ്ങളുള്ളതായിരുന്നു. പിന്നെ കൊർത്തിയമ്മയുണ്ട്, കൊർത്തിയമ്മ അമ്പലുണ്ട്, കാക്കാത്തിയമ്മ അമ്പലുണ്ട്. പിന്നെ ഇവിടെ നിലമ്പൂര് കൊർത്തിമല, അതിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ഇതില് കൊർത്തിമലയുണ്ട്. അവിടെ പോകും, അവിടെ ആചാരങ്ങൾ ഉണ്ടാവും. പിന്നെ തിരുവനന്തപുരത്ത് ഒരു കൊർത്തിമലയുണ്ട്, അതും പോകും. അങ്ങനെ ആചാരങ്ങളുണ്ട്. അല്ലാതെ വെറുതെ കൈ നോക്കിക്കൊണ്ടൊന്നും കാര്യമായിട്ടില്ല. ഇതെങ്ങനെയാ അമ്മ ഇങ്ങനെ കൈ നോക്കാൻ പഠിച്ചത്? എങ്ങനെയാ പഠിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ നടക്കാൻ പോകും. അങ്ങനെ പഠിച്ചതാണ്. ഭർത്താവ് കൈ നോക്കുമായിരുന്നു? എന്റെ ഭർത്താവിനോട് ഒരാൾക്കും അടുക്കാൻ പറ്റില്ല. നല്ല ശാസ്ത്രക്കാരനാണ് എന്റെ ഭർത്താവ്. ഇപ്പൊ കൈ നോക്കുന്നുണ്ടോ? ഇപ്പൊ മരിച്ചു. ഞാൻ ആളുടെ കൂടെ നടന്നിട്ടും ആളെ അടുത്തിരുന്നിട്ടും അങ്ങനെ. അതിൽ ചില ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രം കൂടെ പഠിക്കണം. എന്നാലേ ആ കൈ നോട്ടത്തിന് ഒരു ആരംഭമുള്ളൂ. അതിന് സംസ്കൃതമായിട്ടോ ഉണ്ടല്ലോ. രാശി 12 പണ്ടേ ഭാരതഭൂമിയിൽ കണ്ടുകൊള്ളുക കൈത്താരെ കാണാൻ അനുസരിച്ച ബുദ്ധിമാൻ എന്നുണ്ട്. അങ്ങനെയുള്ള ചില ശാസ്ത്രങ്ങൾ എൻ്റെ ഭർത്താവ് പഠിച്ചിരുന്നു. അതൊന്നും വിദ്യാഭ്യാസമുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷമാണോ? അല്ലല്ല, അതിന് മുപ്പാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മംഗലാപുരായിരുന്നു, കോഴിക്കോട്, കുറ്റ്യാടി, കക്കട്ട്, കല്ലാച്ചി. അന്ന് കല്യാണം കഴിഞ്ഞാൽ ഞാൻ കൈ നോക്കാനൊന്നും പോവില്ല. നല്ല യവനുള്ള പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അത് കാരണം കൈ നോക്കാനൊന്നും പോവില്ല, വീട്ടിൽ തന്നെ. പിന്നെ രംഗത്തിലേക്ക് അവിടെ ഇറങ്ങി. ഞാൻ എൻ്റെ ഭർത്താവ് കൂടെ ഇറങ്ങി. ഭർത്താവ് പഠിപ്പിച്ചു വന്നു, ഞാൻ പഠിച്ചു. ഈ കാടിനെയൊക്കെ പറ്റിയൊന്ന് പറയാമോ? കാട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ദേവന്മാരാണ്. അയ്യപ്പ സ്വാമി കിട്ടി കഴിഞ്ഞാൽ കുടുംബക്ഷേത്രം ഉള്ളവരാണ് നിങ്ങൾ. തറവാട്ട് ദൈവം ഉണ്ടാവണം. അതിന് അയ്യപ്പ സ്വാമിനെ അനുഗ്രഹത്തോടു കൂടി നിൽക്കണം. പിന്നെ നിങ്ങൾക്ക് അമ്പലങ്ങൾ ഉണ്ടാവണം. പിന്നെ അമ്പലത്തിൻ്റെ കുരുത്തങ്ങളും
അവരുടെ ആചാരങ്ങളെ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയി വരിക, ഇപ്പൊ തന്നെ ഈ അമ്പലത്തിൽ പോയി വന്നോളോ എന്ന് പറയും. അയ്യപ്പ സ്വാമി, ഭദ്രകാളിനെ കിട്ടിയാൽ കൊടുങ്ങല്ലൂർക്ക് എത്തണം എന്ന് പറയും. ഗുരുവായൂരപ്പനെ കിട്ടിയാൽ ഗുരുവായൂർക്ക് എത്തണം എന്ന് പറയും. അത് ഒരു കൗതുകത്തിന് വെച്ചു എന്ന് പറഞ്ഞു. തത്തമ്മ ഉണ്ട്, ഇപ്പൊ തത്തമ്മനെ കൊണ്ടു നടക്കാൻ പറ്റില്ല, കേസായി. വനപാലകന്മാര് വന്നിട്ട് ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വെറുതെ ഇരുന്നോ? എനിക്ക് തത്തമ്മ ഉണ്ടായിരുന്നു, തത്തപ്പെട്ടി തത്തമ്മ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ അതില്ല. എന്താ തത്തപ്പെട്ടി ഉണ്ട് എന്റെ. ഈ കൈനോട്ടം കൊണ്ട് പ്രഭുക്കളായിട്ടൊന്നുമില്ല. പിന്നെ അവരവരുടെ ഭാഗ്യം കൊണ്ട് കുട്ടികളൊക്കെ നിലയ്ക്ക് എത്തി. എന്റെ 3 മക്കളെയും കല്യാണം കഴിച്ചത് ഈ കൈനോട്ടം കൊണ്ടാണ്. ഇതന്നെയായിരുന്നു വരുമാനം. ഇതന്നെയായിരുന്നു. ഈ വരുമാനം കൊണ്ടാണ് എന്റെ 3 മക്കളെ കല്യാണം കഴിച്ചത്. ഒരു പുഷ്പം മനസ്സിൽ വിചാരിച്ച ദൈവഗുരുത്തുണ്ട് കയ്യില് കേട്ടോ. ഏത് അമ്പലങ്ങൾക്ക് ചെന്നാലും നമ്മൾ അമ്പലത്തിനെ നോക്കി തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് അറിഞ്ഞ് വരം തരും. ഒരു കാര്യത്തേക്ക് മുട്ടിയിട്ടില്ല. 4 മണിക്ക് നടക്കേണ്ട പ്രശ്നം 3:45 വരെ നമ്മൾ പരാജയപ്പെടും. മണിക്കൊണ്ട് കാര്യം ചെയ്യും കേട്ടോ. അത് എൻ്റെ പവറല്ല, അത് ദൈവകുല കാരണന്മാരെ സഹായം. ഗ്രഹം തെളിയും, പുതിയ വാഹനം, ദുബായ് പണം, ദൂർഷ്യപ്പണം കൊണ്ടൊക്കെ കഴിയാൻ വിധിയുണ്ട്. ടീച്ചറും ആവും. പിന്നെ വിചാരിച്ച പുഷ്പം കാണാൻ കാഴ്ചയ്ക്ക് നല്ലത്. ക്ഷേത്രങ്ങൾക്കോ മറ്റൊരു കാര്യങ്ങൾക്ക് എടുക്കണ പുഷ്പമല്ല. ഹൃദയം കൊണ്ട് റോസ ആണെങ്കിലും ജീവിതം ചെന്താമരയാണ്. റോസ കടൽ കിടക്കൻ താമരയാണ് നിങ്ങളുടെ ഹൃദയം. കടലിട്ടാൽ നനയില്ല, അത് കരക്കിട്ടാൽ തോരുമില്ല. അപ്പൊ ചെന്താമരയാണ് നിങ്ങളുടെ ഹൃദയം കേട്ടോ. കാര്യങ്ങൾ വിജയിച്ച് കണ്ടാൽ ശാന്തമാമനെ മറക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും.